ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LTV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ താൻ അറിഞ്ഞതും കണ്ടതും കേട്ടതും അന്വേഷിച്ചറിഞ്ഞതുമായിട്ടുള്ള എല്ലാ കഥകളും ഭൂമി അജയോട് പറഞ്ഞു. അപ്പോൾ അജയോട് അതിൻ്റെ പേരിലൊരു അന്വേഷണം വേണം, അതിന് താനും കൂടാമെന്ന് നമ്മുടെ ഭൂമി പറയുമ്പോഴത്തേക്ക് നിർത്തുന്നു പറഞ്ഞ് അജയ് ചാടി അങ്ങ് എഴുന്നേറ്റു കേട്ടോ. താൻ പറയുന്നതൊഴികെ എല്ലാം ഞാൻ അന്വേഷിക്കണം. നീ എൻ്റെ മേലെ ഇരിക്കുന്ന പോലീസ് ഓഫീസറാണല്ലോ അല്ലേ? അപ്പോൾ റാങ്ക് മാത്രം കിട്ടിയില്ല, ADGP, DGP, അതോ ഹോം മിനിസ്റ്ററോ ആരാ നീ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആരാണെന്നല്ലേ എന്ന് ചോദിച്ചു ഭൂമി. സാർ, എൻ്റെ അച്ഛനെ കൊല ചെയ്യപ്പെട്ടത് എൻ്റെ അച്ഛൻ, അതിൻ്റെ പേരിൽ എൻ്റെ അമ്മയാണ് ജയിലിൽ കിടക്കുന്നത് എന്ന് ഭൂമി അജയോട് പറഞ്ഞു. അവരുടെ മകളാണ് ഞാനെന്നും ഭൂമി ഈ മനുഷ്യനോട് പറയാം. അജയ്ക്കൊന്നും ഒരു പ്രശ്നമേ അല്ല. ഈ കേസ് തെളിയിക്കാൻ ഭൂമി ഏതറ്റം വരെയും പോകും സാറെന്ന് പറയുമ്പം അത് പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് കേസന്വേഷണം, ചായ അടിക്കലും ഉണ്ടംപൊരി ഉണ്ടാക്കലും അല്ല എന്ന് അജയ് പറഞ്ഞു. ബുദ്ധി വേണം, ബുദ്ധി എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ എന്നിട്ട് എന്താ ബുദ്ധിമാനായ സാറ് ഇതുവരെ പ്രതിയെ കണ്ടെത്താത്തത് എന്ന് ഭൂമി അജയോട് ചോദിച്ചു. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്ന് അജയ് ഇങ്ങനെ ഭൂമിയോട് പറയുമ്പം എനിക്കത് മനസ്സിലായി. സാർ ഇഷ്ടമുള്ളത് ചെയ്യുമെന്ന്. സാറിന് ഇഷ്ടമുള്ള ആരുമാണ് കൊലപാതകത്തിന് പിന്നിൽ എന്ന് ഭൂമി അജയോട് പറഞ്ഞപ്പോൾ അജയ്ക്ക് അത് കൊണ്ടു. സാറിന് എന്തെങ്കിലും രഹസ്യ അജണ്ട ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താടി നീ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അജയ് ദേഷ്യപ്പെട്ടു ഭൂമിയോട്. വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞ് ഭൂമിയെ കയ്യെ പിടിച്ച് വലിച്ച ഒരൊറ്റ ഏറായിരുന്നു ഈ പോലീസ് സ്റ്റേഷൻ്റെ പുറത്തേക്ക്. അപ്പോൾ പോലീസുകാരെല്ലാവരും വന്നിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ അജയുടെ കൂട്ടുകാരൻ വക്കീലും അദ്ദേഹത്തിൻ്റെ കൈകളിലേക്കാണ് ഭൂമി പോയി വീഴുന്നത്. വലിച്ചെറിഞ്ഞിട്ട് അജയ് അങ്ങോട്ടേക്ക് കയറിപ്പോയി. ഭൂമി അവിടെ നിന്ന് ചങ്കു പൊട്ടി കരയുവാണ്. ഇപ്പം എന്താ ഉണ്ടായതെന്ന് വക്കീൽ ചോദിച്ചു. അപ്പോൾ അജയ് സാറിന് ഇത്രയും ദേഷ്യം വരാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് ഭൂമി പറയുക. അങ്ങനെ കരഞ്ഞുകൊണ്ട് ഭൂമി എല്ലാ കാര്യങ്ങളും പറയുവാണ്. അപ്പം അച്ഛനെ കൊണ്ടുപോയതും അമ്മയെ രക്ഷിക്കാൻ വേണ്ടി താൻ ഓടുന്നതും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഭൂമി വക്കീലിനോട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാരണം എനിക്ക് അറിയാമെന്നും പഠിക്കുമ്പോൾ അവനായിരുന്നു ഹീറോ എന്ന് വക്കീൽ പറയാട്ടോ. സുഹൃത്തുക്കളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആ ഒരു ചിന്ത മാത്രമായിരുന്നു അവൻ്റെ ജീവിതം. അതെനിക്ക് മനഃപ്പാടമാണെന്ന് വക്കീൽ പറഞ്ഞു. അവൻ്റെ ദുരന്തങ്ങൾ എൻ്റെയും ദുരന്തങ്ങളാണെന്നും വക്കീൽ പറയുവാണ്. അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ സാരമില്ല സാർ, ഞാൻ ഒന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്ന് ഭൂമി പറഞ്ഞു. എനിക്ക് എൻ്റെ അമ്മയെ രക്ഷിച്ചേ മതിയാകൂ എന്ന് പറയുമ്പോൾ ഭൂമി സുപ്രീം കോടതിയിൽ ഒരു അഭിഭാഷകൻ ഇന്ന് ഹൈക്കോടതിയിൽ ഏതോ കേസിൻ്റെ ആർഗ്യുമെൻറ്റിനായി വരുന്നുണ്ട് എന്നും ഇവിടെ ഗസ്റ്റ് ഹൗസിൽ ഉണ്ടാകുമെന്നാണ് പറഞ്ഞതെന്ന കാര്യവും പറയുക. ഭൂമിയുടെ കേസിൻ്റെ കാര്യം ഞാൻ ജൂനിയേഴ്സ് വഴി അറിയിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് പോയി കണ്ടാലോ എന്ന് ചോദിച്ചു. അപ്പോൾ കാണാമെന്ന് പറഞ്ഞു ഭൂമി. എന്നാൽ പിന്നെ ഞാൻ വിളിക്കാൻ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി. നമ്മുടെ ഭൂമി ഇങ്ങനെ അവിടെ നിൽക്കുക. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് നാടും വീടും എല്ലാം വിട്ടുപോയ ഭവാനിയെയും ഭവാനിയുടെ മകളെയുമാണ്. തന്നെ താമസിക്കും. ഇപ്പോൾ അവരൊരു കുഞ്ഞു വീടൊക്കെ വാടകയ്ക്കോ മറ്റോ എടുത്ത് ഇങ്ങനെ അവിടെ നൈറ്റി ആക്കിയിട്ട് നമ്മുടെ അഞ്ജന അടിക്കൽ, വാരൽ, തൂക്കൽ, തുടയ്ക്കൽ, ഭവാനി അവിടെ തുണി അലക്കൽ, മറ്റു പരിപാടികളൊക്കെ. അപ്പോൾ ഈ മുറ്റം അടിക്കാനൊന്നും അഞ്ജനയ്ക്ക് അറിയില്ല. അപ്പോൾ നീ എന്താ അവിടെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പം അമ്മയ്ക്ക് അറിയില്ല, ഈ വൃത്തികെട്ട പണി എനിക്ക് ഇഷ്ടമല്ല എന്ന്. അപ്പോൾ നീ ചെയ്യണ്ട, ഇങ്ങനെ നടന്നോ, എന്തെങ്കിലും പണിക്ക് പോയിക്കോ, വൈകുന്നേരത്തെ കൂലിയായിട്ട് വന്നാൽ മതിയെന്ന് ഭവാനി പറയാം. ഞാൻ ഈ വീട്ടുജോലിയൊക്കെ ഇവിടെ ചെയ്തോളാം. അപ്പോൾ എന്ത് ജോലിക്ക് പോവാൻ? അടുത്തൊരു കശുവണ്ടി ഫാക്ടറി ഉണ്ട്, അവിടേക്ക് എല്ലാം പറഞ്ഞു ഭവാനി. ഞാനോ? അല്ലെങ്കിൽ പിന്നെ തൊഴിലുറപ്പിന് പോകാൻ പറഞ്ഞു. വൃത്തികെട്ട പണിയാ. ഓ, നിനക്ക് പറ്റിയൊരു പണിയുണ്ട്, ഒരു വേക്കൻസിയാ, കളക്ട്രേറ്റിലാ. ആണോ? ഓഹോ, അത് വേണമെങ്കിൽ നോക്കാം. കളക്ടറാ? എന്താ മതിയോ? ഇഷ്ടപ്പെട്ടോ ജോലി? അപ്പോഴേക്കും അഞ്ജന ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇന്ന് ഈ മുറ്റം അടിച്ച് തീർന്നാൽ മാത്രമേ നിനക്ക് ആഹാരം ഉള്ളൂ എന്ന് അഞ്ജനയോട് പറയുമ്പോൾ അമ്മേ എനിക്കങ്ങനെ ജോലി എടുത്ത് ശീലമില്ല, നമുക്ക് അറിയില്ലെന്ന് ചോദിച്ചു അഞ്ജനയെ. ഇങ്ങനെ ജീവിക്കാനൊക്കെ പഠിക്കണം, മനസ്സിലായോ? നിൻ്റെ അച്ഛനോ കുടുംബമോ നിനക്കായി ബാക്കിയൊന്നും വെച്ചിട്ടില്ല, മാരിയൊക്കെ അടിച്ചു വാരടിയെന്നും പറഞ്ഞുകൊണ്ട് ഭവാനി അഞ്ജനയെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. അങ്ങനെ അഞ്ജന മുറ്റം അടിച്ചു വാരുന്നു. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് സത്യൻ അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അമ്മയ്ക്കാണെങ്കിൽ ആകെ വിഷമം, ഭവാനിയും കൊച്ചുമോളും പോയതിൻ്റെ ആ സങ്കടത്തിൽ അമ്മ ഇരിക്കുമ്പോൾ എനിക്കറിയാം ഭവാനിയും അഞ്ജനയും അവർ പോയതിൻ്റെ ക്ഷീണമാ, എനിക്ക് വേറെ ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ സംഗീതയും മാധവനും അതുപോലെ അനുപമയും എല്ലാവരും ചുറ്റിലുണ്ട്. അവർ മടങ്ങി വന്നാൽ ഞാൻ നേരെയാകും മോനെ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ പറയണു. അവർക്ക് ഇവിടെ സ്വാതന്ത്ര്യമില്ല, അവകാശമില്ല എന്നൊക്കെയല്ലേ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പോയതിൻ്റെ കാരണം അതെനിക്ക് വ്യക്തമല്ല എന്ന് പറഞ്ഞു സത്യൻ. സത്യേട്ടാ, എന്തോ കാരണത്തിന് അജയ് അഞ്ജനയെ തല്ലിയായിരുന്നു, അതൊരു കാരണമാക്കിയൊക്കെ എടുക്കണോ എന്നിങ്ങനെ സംഗീത നേരം ചോദിക്കുക. ഭാര്യയാകാൻ പോകുന്ന പെണ്ണല്ലേ, തല്ലുകൊണ്ടൊക്കെ പഠിക്കട്ടെ എന്ന് അനുപമയുടെ വക ഡയലോഗാണ്.
അപ്പം നിന്നെ എത്ര പ്രാവശ്യം തല്ലിയിട്ടുണ്ടെന്ന് ചോദിച്ചു മാധവൻ. എന്നെ തല്ലിയാലേ അവൻ്റെ അവസാനത്തെ തല്ലായിരിക്കുമെന്ന് നമ്മുടെ മോള്. സത്യ, ഭവാനി അഞ്ജനയും സംരക്ഷിക്കാനുള്ള തീരുമാനം ഞാൻ എടുത്തു എന്ന് മുത്തശ്ശി പറയാം. അഞ്ജനയുടെ വിവാഹം അത് നീ അവരുടെ ശത്രുവാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ മോനെ, നീ മുന്നിൽ നിന്ന് നടത്തി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും അജയ് അങ്ങോട്ടേക്ക് വന്നു. മരുമോളും പേരക്കുട്ടിയും വീട് വിട്ടു പോയി. അതെല്ലാം ഓഫീസർക്ക് അറിയാവല്ലോ അല്ലേ എന്നും ചോദിച്ച് അവരെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ സാറേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി എന്ന് പറഞ്ഞു അജയ്. എത്ര ദിവസം എടുക്കും ഒന്ന് കണ്ടുപിടിച്ച് അവരെ ഒന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ? ഞാൻ മരിക്കുന്നതിന് മുന്നേ വല്ല നടക്കുവാടാ കുഞ്ഞേ എന്ന് മുത്തശ്ശിയുടെ വക ഒരു ചോദ്യം. അമ്മേ എന്ന് പറഞ്ഞ സംഗീത, എന്താ നിനക്ക് വേദനിച്ചല്ലേ? നല്ലതാ, എല്ലാവരും പരസ്പരം ഒന്ന് വേദനിക്കുന്നത് നല്ലതാ എന്നും പറഞ്ഞുകൊണ്ട് ഈ മുത്തശ്ശി ഇങ്ങനെ ഇവരോട് പറയുന്നു. അജയ് ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് ആർക്കും ഒന്നും പറയാനില്ല. അജയ് എന്നിട്ടൊന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. എന്നിട്ട് പുറത്തിറങ്ങി അജയ് ഇങ്ങനെ നിൽക്കും. അപ്പോഴത്തേക്ക് അനുപമ അങ്ങോട്ടേക്ക് വന്നു. അജയ്, അമ്മായി അഞ്ജനയും പോയതിൽ നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ, സത്യത്തിൽ നീ ആരുടെ പക്ഷത്താ? അത് നിന്റെ പക്ഷത്ത്, എൻ്റെ കൂടെ പറപ്പല്ലേ നീ. മുത്തശ്ശി അല്പം ഓവറാണെന്ന് അനുപമ. എല്ലാം നിന്റെ തലയിൽ വെച്ച് തരിക, അത് ഞാൻ സമ്മതിക്കില്ല. മുത്തശ്ശി നമ്മൾ എന്തുമാത്രം സ്നേഹിച്ചതാ. ഒരുപക്ഷെ അമ്മയെക്കാളും നമ്മളെ സ്നേഹിച്ചത് മുത്തശ്ശിയാ. അപ്പോൾ ശകാരിക്കാനുള്ള അവകാശം മുത്തശ്ശിക്കില്ലേന്ന് ചോദിച്ചു അജയ്യെ. അതിന് നീ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഉണ്ടല്ലോ, അഞ്ജനയെ തല്ലി, അത് പാടില്ലായിരുന്നുവെന്നും അതുപോലെ കഴിഞ്ഞ ദിവസം ഭൂമിയെ സ്റ്റേഷനിൽ നിന്ന് പിടിച്ച് പുറത്താക്കി. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഞാൻ വയലൻ്റായി പോകുന്നുണ്ടെന്ന് അജയ് പറയാം. അപ്പോൾ സംഭവിച്ചു പോകുന്നത് അതൊക്കെ. ഈ ഭൂമി എന്ന പെണ്ണിനെ ഇഷ്ടമാണോ? അപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണങ്ങളൊന്നും അവൾക്കില്ല എന്ന് പറഞ്ഞു അജയ്. സുന്ദരിയാണോ? ആ, മനസ്സ്. അപ്പോൾ എന്നെപ്പോലെ അല്ലേ? ഏതാണ്ട് ഒന്ന് മുയലും ഒന്ന് ഓന്തും. ആരാ ഓന്ത്? അതിപ്പോൾ പറയാതെ തന്നെ നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു. അതെന്തേലും ആട്ടെ. അതേ, ഞാനൊന്നും പറഞ്ഞോണ്ടതേ അവിടെ നിന്ന് നമ്മുടെ അനുപമ അങ്ങ് പോയി. പിന്നെ അജയ് ഇങ്ങനെ അവിടെ ആലോചിച്ച് നിൽക്കുക. പിന്നെ കാണിക്കുന്നത് അവിടെ എല്ലാം അടിച്ചു വാരി കൂട്ടി വെച്ചിട്ട് അഞ്ജന ഇരുന്ന് ചിരിക്കോ ഫോണിൽ എന്തോ കണ്ട്. അപ്പോഴത്തേക്കും ഭവാനി അങ്ങോട്ടേക്ക് എടീ ചവറൊക്കെ എന്തിനു വെച്ചേക്കോ അടി, നിനക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണോ എന്ന് ചോദിച്ചു. അന്നേരം അമ്മേ ശരി ഞാൻ ചെയ്തോളാം, നീയേ ആ ബാക്കി തുണിയൊക്കെ കഴുകിയെടുപ്പോ. എനിക്കൊന്നും പറ്റത്തൊന്നുമില്ല. ഇതെന്താ അമ്മ പറയുന്നത്? എന്നാൽ എൻ്റെ ഫോൺ എടുത്ത് പണിക്കാരനെ വിളിക്ക്. അപ്പം ഏതാ നമ്പർ പറ. നമ്പർ ഉണ്ടോയെന്നറിയത്തില്ല എന്ന് പറഞ്ഞു. നമ്പറില്ലാത്ത ആളാരാ? നിൻ്റെ അച്ഛൻ. പോയി തുണി കഴുകടിയെന്ന് പറഞ്ഞുകൊണ്ട് ഭവാനി ഇങ്ങനെ മകളെ പറഞ്ഞു വിട്ടിട്ട് ബാക്കി അടിച്ചു വാരി തൂത്തുവാരി കളയാം. മകളാണെങ്കിൽ അലക്കാനും അറിയില്ല. അങ്ങനെ എന്തൊക്കെയോ കാണിക്കുവാണ്. ഈ സമയം പിന്നെ കാണിക്കുന്നത് സത്യനും അജയും കൂടെ സംസാരിക്കുക. അപ്പോൾ അച്ചമ്മയ്ക്ക്, അതായത് മുത്തശ്ശിക്ക് അഞ്ജന എന്ന് പറയുന്നത് ഒരു സെൻറ്റിമെൻറ്റ്സ് ആണെന്നുള്ള കാര്യം സത്യം പറയുവാണ്. എനിക്കും ഇപ്പോൾ അവളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് വലുത് തന്നെയാണെന്നുള്ള കാര്യം പറയുക കേട്ടോ. അപ്പം ഞാൻ അന്വേഷിക്കുന്നുണ്ട് അമ്മാവ എന്നിങ്ങനെ അജയ് പറഞ്ഞു. അത് കേട്ടപ്പോൾ എടാ നോക്ക്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുമില്ല. ഭവാനിയുടെ ക്യാരക്ടർ നമ്മൾ കരുതുന്നതിനേക്കാളൊക്കെ അപ്പുറത്താണെന്ന കാര്യം പറയാം. അവൾ കാര്യങ്ങൾ ഏത് വഴിക്ക് ചിന്തിക്കുമെന്നൊന്നും നമുക്കറിയില്ല എന്ന കാര്യം പറയാം കേട്ടോ. എല്ലാം വന്നു ഭവിക്കുന്നത് എൻ്റെ പേരിലാണെന്ന് സത്യൻ ഇങ്ങനെ പറഞ്ഞു. അവൾക്ക് അവളുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടാകാം, പക്ഷേ എല്ലാം വൺ സൈഡാണ്, അവളുടെ ഭാഗം മാത്രമാണെന്ന കാര്യവും ഇങ്ങനെ പറയുവാണ്. തിരിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞു. അതുപോലെ അജയോട് തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും അന്ന് നടന്ന കാര്യങ്ങളും എല്ലാം അജയോട് തുറന്നു പറയുക സത്യൻ. അതായത് ഭവാനിയും ഭവാനിയുടെ ഭർത്താവും കൂടെ കാട്ടിക്കൂട്ടിയതും അതിനുശേഷം കേസായതും പിന്നെ സത്യൻ്റെ കയ്യെ കാലെ പിടിച്ചതും തുടങ്ങിയ കാര്യങ്ങളെല്ലാം. അതിനുശേഷം പിന്നെ സത്യൻ കയറി ചെല്ലുമ്പോൾ അനിയനിങ്ങനെ തൂങ്ങിക്കിടക്കുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം പറഞ്ഞും കഥകളെല്ലാം അറിഞ്ഞും നമ്മുടെ അജയ് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അജയ് ഫോൺ എടുത്ത് അവിടുത്തെ SIയെ വിളിക്കാം. ആ മിസ്സിംഗ് കേസ് ഭവാനി അഞ്ജന എന്നതിന് സൂചന കിട്ടിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അന്വേഷണം ഒന്ന് വേഗത്തിലാക്കാൻ പറഞ്ഞു. അപ്പോൾ 2 കോൺസ്റ്റബിൾസിനെയും കൂട്ടാൻ പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അജയ് ഫോണും അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അജയ് ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അമ്മയും മോളും കൂടെ കഞ്ഞി കുടിക്കുവാണ്. അപ്പോൾ കഞ്ഞി കുടിക്കുന്നതൊന്നും അഞ്ജനയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഇതേ ഉള്ളോ ഇവിടെ എന്ന് ചോദിച്ചു. ഇന്ന് ഇതെങ്കിലും ഉണ്ടല്ലോ, ഇനി നാളെ ഇതുപോലെ ഉണ്ടാകണമെന്നില്ല എന്ന് അമ്മ മോളോട് പറയാം. അമ്മ ഇതൊന്നും എനിക്ക് വയറിന് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. നീയേ സൗഭാഗ്യപരത്തെ രാജകുമാരിയൊന്നും അല്ല, എന്തിന് തോഴി പോലും അല്ല. അപ്പോൾ എന്തിനായിരുന്നു അവിടെ ഇറങ്ങി പോകുന്നത്? ഇറങ്ങുന്നതിനേക്കാളും അഭിമാനം ജോലി ചെയ്ത് ജീവിക്കുന്നത്. ഇതുവരെ ആരെങ്കിലും അന്വേഷിച്ചോ
ബാധ്യത ഒഴിഞ്ഞു എന്ന് കരുതും. നിന്റെ വല്യച്ഛനാ പ്രധാന ആണി. അമ്മ, ഇങ്ങനെ നമ്മൾ ഒളിവിൽ കഴിഞ്ഞാൽ അജയ് ഭൂമിയെ കെട്ടുവെന്ന് അഞ്ജന. ഭൂമി അജയ് കെട്ടുക മാത്രമല്ല, നിന്നെ എന്നെയും കൊല്ലുക കൂടി ചെയ്യുമെന്നുള്ള കാര്യം പറയുമ്പം അതെന്തിനാ, അതൊന്നും നീ പറയണ്ടെന്ന് പറഞ്ഞു അഞ്ജനയോട് ഭവാനി. എന്നിട്ട് ഇങ്ങനെ കഞ്ഞി വാരി കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അഞ്ജന. ആ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഒരു വക്കീലിനെ, അതായത് ഹൈക്കോർട്ടിൽ വലിയൊരു വക്കീലിൻ്റെ കാര്യം നേരത്തെ ഭൂമിയോട് പറഞ്ഞിരുന്നല്ലോ. ആ വക്കീൽ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോരുത്തരുമായിട്ട് എന്തൊക്കെയോ കഥകളും കേസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പോയി. പിന്നെ ഭൂമിയും നമ്മുടെ അജയുടെ കൂട്ടുകാരൻ വക്കീലും കൂടെ അങ്ങോട്ടേക്ക് വന്നു. വരും, ഇരിക്കുമോ എന്നും പറഞ്ഞാൽ ഭൂമിയെയും വക്കീലിനെയും അദ്ദേഹം അവിടെ വിളിച്ചിരുത്തിയിട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇരുന്നപ്പം, സാർ ഇത് ഭൂമിജ, കൊല ചെയ്യപ്പെട്ട അച്യുതൻ്റെ മകളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓ ഐ സി, അപ്പം ഞാനാണ് കേസ് ഫയൽ ഇവിടെ എത്തിച്ചത് എന്ന് പറഞ്ഞപ്പം ഞാനത് പഠിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ കേസ് ഫയലിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം, ഇത് ഒരു നോർമൽ ഓർഡർ മർഡർ കേസല്ല, ഇതെന്തൊക്കെയോ ഒരു നൂലാമാലകളുള്ളതാണെന്ന് അദ്ദേഹം പറയുക. പ്രോസിക്യൂഷൻ വളരെ ശക്തമായ ഒരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആണ് കോടതിയുടെ മുന്നിൽ ഹാജരാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഭൂമിക്ക് ഭയങ്കര പ്രതീക്ഷ. മർഡർ അറ്റംപ്റ്റ് നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് നടന്നിട്ടുള്ളത്, അതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് അംബിക എന്ന് പറയുന്ന ആളിൻ്റേതാണ്, ദാറ്റ്സ് യുവർ മദർ. അപ്പോഴത്തേക്കും ഭൂമിക്ക് പേടിയായി. അപ്പോൾ അമ്മയെ രക്ഷിക്കാനുള്ള വഴിയൊന്നും ഇല്ല എന്നുള്ളത് ഭൂമിക്ക് മനസ്സിലായി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുഴുവനും പ്രോസിക്യൂഷന് അനുകൂലമാണെന്ന് പറയുമ്പം, സർ അച്ഛൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്, പക്ഷേ എൻ്റെ അച്ഛൻ ഒരിക്കലും മദ്യപിക്കുന്ന ഒരാളല്ല എന്ന് ഭൂമി ആ സാറിനോട് പറയുക. അപ്പോൾ എങ്കിൽ നമുക്ക് പോസ്റ്റ്മോർട്ടത്തിന് അനുമതി നേടാം, ചിലപ്പോൾ ആരെങ്കിലും ക്യാഷ് എറിഞ്ഞ് വീഴ്ത്തിയിട്ടുണ്ടാകാമെന്ന കാര്യം പറയണം. അപ്പോൾ ആ ഒരു ഇതെല്ലാം അദ്ദേഹം പറഞ്ഞു. ഈ കേസ് സാധാരണ രീതിയിൽ വാദിച്ച് ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മയെ രക്ഷിക്കാൻ കഴിയില്ല സാറെന്ന് ചോദിച്ചു. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ കുട്ടി. എവരി കേസ് ആസ് ഒരു ലൂപ്പ് ഹോൾ, ആ ലൂപ്പ് ഹോൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ക്രിമിനൽ ലോയറുടെ ആദ്യത്തെ ചുമതല എന്നുള്ള കാര്യം ആ സാറ് പറയാം. ഈ കേസ് ഞാൻ ഏറ്റെടുത്താൽ മുഴുവൻ പോലീസ് അന്വേഷണവും പിന്നീട് ഓപ്പൺ ചെയ്യേണ്ടി വരുമെന്നും ആവശ്യമെങ്കിൽ ഫോറൻസിക് എക്സ്പേർട്സിനെ കോടതിയിൽ വരെ ഹാജരാക്കേണ്ടി വരും. അപ്പോൾ ഓരോ സാക്ഷികളെയും വീണ്ടും പരിശോധിക്കേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് വക്കീലിനോട് പറയുമ്പോൾ, സാറിൻ്റെ ഫീ കാര്യങ്ങൾ അത് അപ്പോൾ ഓൺലി 35 lakhs എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും എന്തേ നമ്മുടെ ഭൂമി ഞെട്ടി കണ്ണ് തള്ളി നിൽക്കുക. അതുകൂടാതെ ഡൽഹിയിൽ നിന്ന് വരുന്ന ഓരോ ഹിയറിങ്ങിനും വരണം, അതിന് ചാർജും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. 5 സ്റ്റാർ അക്കോമഡേഷൻ, ജൂനിയർ അഡ്വക്കേറ്റ് ഫീ, അപ്പോൾ റിസർച്ച് ടീം, പിന്നെ ഫോറൻസിക് കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ളത്, അങ്ങനെയെല്ലാം കൂടെ ആ സാറ് പറയുന്നത് കേട്ടപ്പോൾ ഭൂമിയുടെ കണ്ണ് തള്ളിപ്പോയി. എന്തായാലും ആ കാര്യമൊന്നും നടക്കില്ല എന്നുള്ളത് ഭൂമിക്ക് മനസ്സിലായി. തൻ്റെ അമ്മയെ രക്ഷിക്കാൻ താൻ തന്നെ ഇറങ്ങണമെന്നുള്ളതും ഭൂമിക്ക് മനസ്സിലായി. അങ്ങനെ ഇക്കാര്യങ്ങളുമായിട്ട് ആ സാറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയെയും വക്കീലിനെയൊക്കെ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.